ഇലക്ഷന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫെബ്രുവരി 23 ഞായറാഴ്ച ആണ് ജർമ്മനിയിലെ ഇടക്കാല തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. നമ്മളിതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഓരോ പാർട്ടിയുടെയും പ്രകടനപത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രകടനപത്രികകൾ പൂർണ്ണമായിട്ട് പഠിച്ച് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക്, അതായത് കുടിയേറ്റക്കാരെ നമ്മളെ അതെങ്ങനെ ബാധിക്കും, ഓരോ പാർട്ടിയുടെയും പ്രകടനപത്രികയിലുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെ ബാധിക്കുന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ ഇത് എന്ന് പറയുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ജർമ്മനിയുടെ രാഷ്ട്രീയ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം നടക്കുന്നത് ജർമ്മനിയുടെ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും 2 വോട്ടുണ്ട്. ജർമ്മനിയുടെ പാർലമെൻറ്റ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അത് ബുണ്ടസ്റ്റാഗ് എന്ന് പറയുന്ന ബെർലിനിലുള്ള പാർലമെൻറ്റിൽ. ഈ ഇലക്ഷനിലെ 2 വോട്ടിൽ 1 വോട്ട് പാർട്ടിക്കും മറ്റേ വോട്ട് സ്ഥാനാർത്ഥിക്കുമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് 5% കുറവാണ് വോട്ടുള്ളതെങ്കിൽ അത് ആ പാർട്ടി പാർലമെൻറ്റിൽ കയറില്ല. അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളിൽ 3 പേര് ജയിച്ചിരിക്കണം. 3 പേരിൽ കൂടുതൽ ജയിച്ചാൽ മാത്രമേ കയറുള്ളൂ. ഇനി ജർമ്മനിയുടെ പ്രധാനപ്പെട്ട പാർട്ടികളെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CDU-CSU ആണ്. CDU ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി. അതിൻ്റെ ബവേറിയയിലെ സിസ്റ്റർ പാർട്ടിയാണ് CSU. ഇപ്പോൾ ഇവരാണ് ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് വരാൻ സാധ്യതയുള്ള പാർട്ടി. ഒരു 30% വോട്ട് ഏതാണ്ട് മേടിക്കുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ അടുത്ത പാർട്ടി എന്ന് പറയുന്നത് SPD, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോയിലീഷനിലെ ഒലാഫ് ഒക്കെയുള്ള പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. അതാണ് ജർമ്മനിയിലെ ഏറ്റവും പഴയ പാർട്ടി. 1875 തുടങ്ങിയ പാർട്ടിയാണ്. പക്ഷേ അവർക്ക് ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തോൽവിയായിരിക്കും ജർമ്മൻ പാർലമെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഗ്രീൻ പാർട്ടിയുണ്ട്. കൂടുതൽ ഗ്രീൻ കാര്യങ്ങൾ, അതായത് പ്രകൃതി സംരക്ഷണവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരും ഇപ്രാവശ്യം പാർലമെൻറ്റിലോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെയുള്ളത് AfD, 2013 സ്ഥാപിതമായ തീവ്ര വലതുപക്ഷ പാർട്ടി. അവർ വലിയൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന. അവർക്ക് 20%-ലേറെ വോട്ട് കിട്ടും. പക്ഷേ അവരുമായിട്ട് കൂട്ടുകൂടാൻ ആരും തയ്യാറല്ല എന്നാണ്. അവരെ മാറ്റി നിർത്താനാണ് എല്ലാ പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന അജണ്ട. പിന്നെയുള്ളത് BSW ആണ്. അത് സാറാ വാഗ്നർ എന്ന് പറഞ്ഞ ഡീലിങ്ക് ഇടത് പാർട്ടിയിലുണ്ടായിരുന്നു നേതാവ്, അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയി ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്. അവരും ഇലക്ഷൻ ഇതിൽ 5% കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെയുള്ളത് FDP ആണ്. FDP എന്ന് പറയുന്നത് കൂടുതൽ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. അപ്പം അവരാണ് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള കോയിലീഷൻ ഗവൺമെൻറ് തകർന്നു വീഴാനുള്ള ഒരു കാരണം അവരാണ്. അവരും പാർലമെൻറ്റ് ഉള്ളിലോട്ട് വരാൻ സാധ്യത കുറവാണ്. പിന്നെയുള്ളതാണ് നമ്മൾ ഡീലിങ്ക് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ജർമ്മനി രണ്ട് ജർമ്മനി ആയിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവശിഷ്ടങ്ങളും ബാക്കിയെല്ലാം കൂടിച്ചേർന്ന് കുറച്ചുകൂടി സെൻട്രിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. സെൻട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇടത് പാർട്ടി, പക്ഷേ SPD പോലുള്ള ഒരു സോഷ്യലിസ്റ്റ് അങ്ങനത്തെ ഒരു സ്വഭാവമില്ലാത്തൊരു പാർട്ടി. എന്നാൽ തീവ്ര ഇടതുപക്ഷ പാർട്ടി അല്ല താനും. അപ്പോൾ അവർക്കും ഇപ്പം ഏറ്റവും അവസാന കണക്കുകളിൽ അവർക്ക് കുറച്ച് വോട്ട്, ഒരു 7% ഒക്കെ കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പൊതുവായിട്ട് പാർട്ടികളുടെ ഒരു എണ്ണം. പക്ഷേ ഇതിൽ കൂടുതൽ പാർട്ടിയൊക്കെ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പാർട്ടികൾ. പകരം ചെറുകിട പാർട്ടികളെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ പാർലമെന്റ് ഇലക്ഷൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇനി ഈ പാർട്ടികളുടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഇപ്പം CDU വന്നു കഴിഞ്ഞാൽ അവർ സിറ്റിസൺഷിപ്പ് ലോ ചേഞ്ച് ചെയ്യും. അതായത് 3 വർഷം കൊണ്ട് 5 വർഷം കൊണ്ടും പാസ്പോർട്ട് കിട്ടുന്ന പരിപാടി നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോയിന്റ് സിസ്റ്റത്തിലുള്ള മൈഗ്രേഷൻ, അതായത് കൂടുതലും നേഴ്സിംഗ്, IT ഈ മേഖലയിലൊക്കെയുള്ള ആളുകൾക്ക്, സ്റ്റാർട്ടപ്പ് ബിസിനസ്, ഇതിനെയൊക്കെ അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. കാരണം ജർമ്മനിയുടെ എക്കോണമി പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഇന്നവേഷൻ്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ വന്നാൽ. SPD ആണെങ്കിൽ ഇപ്പോഴത്തെ ബേസിക് വരും. നമ്മുടെ 1 മണിക്കൂറിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പണം 12.9 യൂറോ സംതിങ് ആണ്. അപ്പോൾ അത് 15 യൂറോ ആക്കിയിട്ട് മാറ്റും എന്നാണ് അവർ വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്. ഡീലിംഗ് കുറെ കൂടി സാധാരണക്കാർക്ക് കുറെ കൂടി ഉപകാരപ്പെടുന്ന കുറേയധികം വാഗ്ദാനങ്ങളുണ്ട്.
ഇതാണ് പൊതുവെയുള്ള ഇത്. AFDക്കാണെങ്കിൽ AFDക്കും കുറേ AFD വളരെ കടുത്ത കുടിയേറ്റ വിരുദ്ധ വാഗ്ദാനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ അവർ ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഇവിടുത്തെ ജോലി കൂടുതൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പക്ഷെ പൊതുവെ അവർ യൂറോപ്പിലുള്ള ആളുകൾക്കാണ് ജോലി കൊടുക്കാനും യൂറോപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അവർ കൂടുതൽ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ഉള്ള കാര്യങ്ങൾ. കൂടുതൽ വിശദമായ കാര്യങ്ങൾ മറ്റു വീഡിയോയിലുണ്ട്.